2021 തെരഞ്ഞെടുപ്പിനെ നയിച്ച മുന്നണി പോരാളികളുടെ ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടുന്നത്. ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും ഒന്നുമില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നുപോകുന്നത്. നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നയിച്ച അധികായന്മാർ പലരും ഓർമ്മയാകുകയാണ്. ഒത്തിരി സഹിച്ചു, ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? രാഷ്ട്രീയത്തിനപ്പുറം കേരളം നെഞ്ചിലേറ്റിയ ജനനായകൻ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞൂഞ്ഞ്. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നുപോകുമ്പോൾ നയതന്ത്ര ചടുലതയോടെ കരുക്കൾ നീക്കാൻ കേരള രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും വലിയ ചാണക്യനെയാണ് നഷ്ടമായത്. കണ്ണൂരിലെ പടക്കുതിര ദിവസങ്ങളോളം സ്വന്തം പാർട്ടിയെയും ഹൈക്കമാൻഡിനെയും മുൾമുനയിൽ നിർത്തിയ വേളയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് വെറുതെ ആശിച്ചുപോയ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലം. വിശ്വസനീയമായ ഒരു അന്വേഷണം സംഘടിപ്പിക്കാൻ ഇതുവരെ UDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൃത്യതയും പ്രത്യയശാസ്ത്രത്തിന്റെ കണിശതയും ഒരുപോലെ വന്നു ചേർന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം ഈ തിരഞ്ഞെടുപ്പിൽ CPM-ഉം തിരിച്ചറിയുന്നു. കണ്ണൂരിലെ ചെങ്കോട്ടകളിൽ വിമത ശബ്ദങ്ങൾ അട്ടഹസിക്കുമ്പോഴും G. സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് കാരണവരെ അനുനയിപ്പിക്കുന്നിടത്ത് പാർട്ടി തോറ്റുപോയപ്പോഴും കോടിയേരി ഉണ്ടായിരുന്നെങ്കിലെന്ന CPM രാഷ്ട്രീയവും വെറുതെ ആശിച്ചുപോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായിട്ട് കേരളത്തിൽ ലീഡ് ചെയ്യും. അപ്രതീക്ഷിതമായി ഉണ്ടായ കാനം രാജേന്ദ്രന്റെ വിടവാങ്ങലും CPIക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ശൂന്യത തന്നെയാണ്. മുന്നണി രാഷ്ട്രീയത്തിലെ നയങ്ങളിലും നയതന്ത്രജ്ഞതയിലും നിലപാടുകൾ ഉറക്കെ പറയാൻ നേതാക്കളുടെ അഭാവം പാർട്ടികൾ നേരിടുന്നുണ്ട്. ഏത് സമ്മർദ്ദമുണ്ടായാലും മാധവഗാഡ്ഗിൽ കമ്മിറ്റി വെള്ളം ചേർക്കാതെ ധീരമായി നടപ്പാക്കാനുള്ള തന്റെ ഇടം അദ്ദേഹം കാണിക്കണം. അതിന് പിന്തുണ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നൽകണം. മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന നിലപാടിൽ ഉറച്ചു നിന്ന PT തോമസ് എന്ന നേതാവ് 5 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പാർട്ടിക്കുണ്ടായ നഷ്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത്. അതിലെല്ലാ പാർട്ടിക്കും പങ്കുണ്ട്. മലബാറിൽ കോൺഗ്രസിനെ ചലിപ്പിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന തലപ്പൊക്കമുള്ള നേതാവിന്റെ വിടവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി തിരിച്ചറിയുന്നു. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.